CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ യൂട്യൂബർ KM ഷാജഹാൻ അറസ്റ്റിൽ. യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും അധിക്ഷേപിച്ചെന്നും നിയമത്തെ വെല്ലുവിളിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി KJ ഷൈൻ ഇന്ന് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷാജഹാനെ കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, തുടർച്ചയായി KJ ഷൈനെ യൂട്യൂബിലൂടെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ ഇപ്പോൾ പരാതി? ആദ്യത്തെ പരാതിയിൽ സൈബർ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടും KJ ഷൈനെതിരെ അധിക്ഷേപം തുടരുകയായിരുന്നു ഷാജഹാൻ. ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. അതായത് ആദ്യം യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപകരമായ പരാമർശങ്ങളും മറ്റും നടത്തുകയും KJ ഷൈൻ പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പരാതിയിൽ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. KM ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തുകയും പിന്നീട് ആലുവ ഓഫീസിലേക്ക്, പോലീസിന്റെ റൂറൽ സൈബർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 5 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഷാജഹാന്റെ ഫോണിലെ മെമ്മറി കാർഡ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനുശേഷവും വീണ്ടും യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പരാതിയാണ് KJ ഷൈൻ ഇന്ന് ഉച്ചക്ക് വീണ്ടും പോലീസിൽ നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടിയാണ്, ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ആക്കുളത്തെ KM ഷാജഹാന്റെ വീട്ടിലെത്തി KM ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് ഷാജഹാന് ചില ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല. എങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ഏതാണ്ട് 2 മണിയോടെ എറണാകുളം റൂറൽ സൈബർ പോലീസ് ഓഫീസിൽ എത്തിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ സമയം മാറാൻ സാധ്യതയുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ KM ഷാജഹാനെതിരെ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.